Hi, hello, welcome everyone to 90 plus double power tuition, the world's first learning assurance model. Everybody, please turn on your camera. I hope that my voice is clear, my video is perfect. If you're facing any trouble, let me know. Yeah. Okay. Everybody, please turn on your camera. How are you guys? How is the day actually? Everything good? Sri Lakshmi and Siddharth, ഇന്നും ക്യാമറ ഇഷ്യൂ ഉണ്ടോ? It was fine, ma'am. Okay, fine. Yeah. റെഡി അല്ലേ? ഇന്ന് ഡേ 2ന്റെ വർക്ക്ഔട്ട് സെഷൻ ആണല്ലേ? ഓക്കെ, സോ നമ്മൾ ഡേ 2 ഒന്ന് ആദ്യം റീക്യാപ്പ് ചെയ്യും. ഓൾറെഡി ഇന്നലെ മിസ് പറഞ്ഞതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ എല്ലാവരും ക്ലിയർ ചെയ്യാന്. അപ്പം ഇന്ന് റീക്യാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി അത് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഡേ 2ന്റെ വർക്ക്ഔട്ട് സെഷൻ. അപ്പം എല്ലാവരും പെന്നും ബുക്കൊക്കെ എടുത്ത് റെഡി അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. So, give me a moment. Let me share my screen with you. If you're facing any trouble while I'm sharing my screen, let me know. Is this? എന്തോ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തല്ലോ ഇപ്പോൾ. എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ? ഞാൻ പഠിച്ചിട്ട് വരണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തും നെറ്റ് ഇഷ്യൂ ഉണ്ടോ? സോ നമുക്കൊന്ന് ആദ്യം റീക്യാപ്പ് ചെയ്യാം അല്ലേ? റീക്യാപ്പ് ചെയ്യാല്ലേ? ഓക്കെ, യാ. സോ നമ്മൾ ഇന്നലെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് റിഫ്രാക്ഷൻ ഇൻ ഡിഫറെന്റ് മീഡിയ ആയിരുന്നു. അതിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തേ? മറിയാം, നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തേ? റിഫ്രാക്ഷൻ ഡിഫറെന്റ് മീഡിയത്തിൽ എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ടോപ്പിക്കിൽ എന്താ ഡിസ്കസ് ചെയ്തേ? കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസിനെ പറ്റി. അത് അടുത്ത ടോപ്പിക്കല്. ഡിഫറെന്റ് മീഡിയത്തിലുള്ള റിഫ്രാക്ഷനെ പറ്റി എന്താ ഡിസ്കസ് ചെയ്തേ? ഒപ്റ്റിക്സ് സെന്റർ ഫോക്കൽ ലെങ്ത്. That is the terms associated with the lenses, right? എത്തിയോ പറഞ്ഞേ? നമ്മൾ എന്തായിരുന്നു റിഫ്രാക്ഷൻ ഇൻ ഡിഫറെന്റ് മീഡിയ എന്നുള്ള ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തായിരുന്നേ? എയർ ടു ഗ്ലാസ്, ഗ്ലാസ് ലാബിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. വെരി ഗുഡ്. റയറർ ടു ഡെൻസർ. മറിയാം, നല്ല ഉഴപ്പുന്നുണ്ട് കേട്ടോ. ചോദിക്കുന്ന ടോപ്പിക്കിന്റെ ഹെഡിങ് വേറെ ആൻസറാ പറയുന്നത്. ഓക്കെ, യാ. സോ റയർ ടു ഡെൻസർ എന്നുള്ള കേസ് ആയിരുന്നല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. റിഫ്രാക്ഷൻ ഇൻ ഡിഫറെന്റ് മീഡിയ എന്നുള്ളത് നമ്മൾ പഠിച്ച ഒരു കൺക്ലൂഷൻ എന്തായിരുന്നുടാ? വൈൽ എൻറ്ററിങ് ഫ്രം എയർ ടു ഗ്ലാസ്, നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിന് നമ്മൾ റയറർ മീഡിയം എന്നും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിന് നമ്മൾ ഡെൻസർ മീഡിയം എന്ന് വിളിക്കും. സോ ഓക്കെ, ഫ്രം എയർ ടു ഗ്ലാസ്, ദാറ്റ് ഈസ് റയറർ മീഡിയം ടു ഡെൻസർ മീഡിയം ആണെങ്കിൽ the refracted ray deviates towards the normal. While entering from glass to air, that means from denser medium to rarer medium, the refracted ray deviates away from the normal. Okay, and angle of incidence, angle of refraction, normal are in the same plane. ഈ പ്ലെയിനിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന റിഫ്രാക്ഷന്റെ കേസ് ആ മീഡിയം റയറർ ആണോ ഡെൻസർ ആണോ അതിനനുസരിച്ചിട്ട് എന്തായിരിക്കും ആ ഡീവിയേഷൻ ടുവേർഡ്സ് ദ നോർമലും എവേ ഫ്രം ദ നോർമലും ആയിട്ട് നിൽക്കും. നിങ്ങൾക്ക് അധികവും ഇങ്ങനത്തെ സിനാരിയോസ് തരാം. അത് റയറർ മീഡിയം ഡെൻസർ മീഡിയം എന്ന് നിങ്ങളോട് ചോദിക്കുക ചെയ്യുക, വിച്ച് എമംഗ് ദിസ് റയറർ മീഡിയം, വിച്ച് എമംഗ് ദിസ് ഡെൻസർ മീഡിയം. അപ്പൊ നിങ്ങൾ നോക്കണം ആ ബെൻഡിങ് നോർമലിന് അടുത്തോട്ടാണോ അല്ലെങ്കിൽ നോർമലിന് വിട്ടെന്നാണോ എന്ന് നോക്കണം. ടുവേർഡ്സ് ആണോ എവേ ആണോ എന്ന് ശ്രദ്ധിച്ചതിന് ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ആ കൺക്ലൂഷനിലേക്ക് എത്താൻ. സോ ഇതായിരുന്നു നമ്മൾ ഇന്നലെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തല്ലേ, റിഫ്രാക്ഷൻ ഇൻ ഡിഫറെന്റ് മീഡിയം. അത് നമ്മളെ എയറും ഗ്ലാസും വെച്ച് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഈസ് റിഫ്രാക്ഷൻ ബൈ സ്ഫെറിക്കൽ ലെൻസ്. ശ്രീലക്ഷ്മി, ഏതൊക്കെയായിരുന്നു രണ്ട് സ്ഫെറിക്കൽ ലെൻസ്? ഹലോ മാം. പറഞ്ഞോ, സിദ്ധാർത്ഥ പറഞ്ഞോ.
കേൾക്കാൻ പറ്റുന്നില്ലേ? സിദ്ധാർത്ഥൻ, ശ്രീലക്ഷ്മി, മറിയം മ്യൂട്ട് ചെയ്തിരുന്നേ. യെസ് മാം. ആ, ഏതൊക്കെയാണ് സ്ഫെറിക്കൽ ലെൻസസ്? അതന്നെ. കോൺകേവ് ലെൻസ്. സിദ്ധാർത്ഥ പതുക്കെ പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട, അവള് പറയട്ടെ. അല്ല മാമിക്ക് ഒരു ചെറിയ ഡൗട്ട് വന്നോ? അതെ, ഡൗട്ട് വരാൻ പറ്റത്തില്ല, ഡൗട്ടൊക്കെ ഇന്നലെ തീരണ്ടേ. ആ കോൺകേവ് ലെൻസ് ആൻഡ് കോൺവെക്സ് ലെൻസ്. ആ കോൺകേവ് ലെൻസ് ആൻഡ് കോൺവെക്സ് ലെൻസ്. ഓക്കെ, സിദ്ധാർത്ഥ എന്നാ പറഞ്ഞേ? കോൺകേവും കോൺവെക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? സിദ്ധാർത്ഥ ഇങ്ങനെ, ഞാൻ നിനക്ക് പറഞ്ഞു തന്നില്ലേ, നീ എനിക്ക് പറഞ്ഞതാ. മാം കോൺവെക്സില് ഇമേജ് ഫോർം ആവും. കോൺകേവിൽ ഫോം ആവില്ലേ? അതെ, ഞാൻ അതിന്റെ കോൺകേവില് സ്ട്രക്ചറിലുള്ള ഡിഫറൻസ് മെയിൻ ആയിട്ട് നമുക്ക് എങ്ങനെയാ കോൺവെക്സ് അല്ലെങ്കിൽ കോൺകേവ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ രണ്ട് ലെൻസ് കൈ തന്നിട്ട് ഇത് ഏതാ, ഐ എം ടെല്ലിങ് യു വാട്ട് വിച്ച് ഇസ് കോൺവെക്സ് ആൻഡ് കോൺകേവ്. അപ്പൊ എങ്ങനെ, അപ്പൊ നമുക്ക് ഇമേജ് ഒന്നും ഒബ്ജക്റ്റ് ഒന്നും വെച്ചിട്ടില്ല, അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ലൈറ്റ് റേസ് ഡൈവേർജ് ആവും. ഒന്നുമില്ല, ലൈറ്റ് ഒന്നും അടിക്കുന്നില്ല, അതൊന്നും ആ. അറിയാൻ പറ്റില്ല. ഞാൻ കയ്യിലേക്ക് രണ്ട് ലെൻസ് തന്നിട്ട് ഇതിൽ കോൺവെക്സ് ആ. ഏതാ കോൺകേവ് ഏതാന്ന് ചോദിച്ചു. അപ്പൊ എങ്ങനെയാ ഫിഗർ? മാഗ്നിഫിക്കേഷൻ കൂട്ടുമോ ഇത്? ഇമേജ് ഒന്നും ഫോം ചെയ്യുന്ന കാര്യമില്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ രണ്ട് ലെൻസ് തന്നു, അത് എങ്ങനെ മനസ്സിലാക്കും കോൺവെക്സ് ആണോ കോൺകേവ് ആണോ? കോൺകേവ് ആണെങ്കിൽ ഒരു കേവ് പോലെ ഒരു ചെരിവ് കേർവ്ഡ് ഇൻവേർട്സ്. അത് സ്ഫെറിക്കൽ മിറേഴ്സ് ഉണ്ട് അല്ലെ? ആ ഇത് ലെൻസ് ആണ് ഞാൻ ചോദിച്ചത്. ശ്രീദേവ് പറഞ്ഞേ, ശ്രീദേവ് എങ്ങനെ മനസ്സിലാക്കും കോൺവെക്സ് ആണോ കോൺകേവ് ആണോ ലെൻസ്? യെസ് ശ്രീദേവ്. Suppose I'm giving you two lenses, one is concave and one is convex. How you are able to identify which is concave and which is convex? Ma'am, in convex it is thicker at the middle. Then in concave it is thicker at the edges. Edges. സിദ്ധാർത്ഥനും ശ്രീലക്ഷ്മിക്ക് മനസ്സിലായോ അപ്പൊ എങ്ങനെയാണെന്ന്? യെസ് മാം. ജസ്റ്റ് സ്ട്രക്ചർ ഞാൻ പറഞ്ഞിട്ടില്ല, ഇമേജ് ഫോം ചെയ്ത് നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റ് തന്നതൊന്നും ഇല്ല, ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Okay, so നമ്മൾ എങ്ങനെയാണ്, what is convex and concave lenses? There are two type of lenses. One is convex, another is concave. So it is thicker at the middle as compared to the edges, and it is thicker at the edges than at the middle. ഇങ്ങനെയാണ് നിങ്ങൾക്ക് രണ്ട് ലെൻസ് കയ്യിലോട്ട് തന്നിട്ട് അപ്പൊ നിങ്ങൾക്ക് ഇമേജ് ഫോർമേഷനോ ഡൈവേർജൻസോ കൺവേർജൻസോ ഒന്നും അറിയാൻ പറ്റില്ല. അതിലേതാ കോൺവെക്സ് കോൺകേവ്? നിങ്ങൾക്ക് ഇമേജ് തന്നിട്ടാ ചോദിക്കുക, ചിലപ്പോ ഇതിലെ എ ഏത് ലെൻസാണ്, ബി ഏത് ലെൻസാണ്, അപ്പൊ നിങ്ങൾക്ക് അവിടെ ഇമേജ് ഫോർമേഷൻ ഉണ്ടാവില്ല. ഇമേജ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാണ്. അതുപോലെ രണ്ട് ലെൻസ് കൈ കിട്ടി കഴിഞ്ഞാൽ മിഡില് തിക്കർ ആയിട്ടുള്ളതാണെങ്കിൽ കോൺവെക്സും മിഡിൽ എഡ്ജസ് തിക്കർ ആയിട്ടുള്ളതാണെങ്കിൽ കോൺകേവും. മനസ്സിലായല്ലോ? അങ്ങനെ ഇതാണ് കോൺവെക്സ്. ഇത് കോൺകേവ്. Okay. Then we discussed about the terms associated with the spherical lens. അഷ്ടമി, നമ്മൾ എത്ര ടേംസ് കേട്ടോ, ഏതൊക്കെയാണ് ടേമിന്റെ നെയിംസ് മാത്രം ഒന്ന് പറഞ്ഞേ. Optical center, center of curvature, focal length, principal axis, principal focus. അത് രണ്ടിന്റെയും കൂടി ഡിഫറെന്റ് ആയിട്ട് 6 അങ്ങനെ പറയണം അല്ലെ? ഞാൻ അഷ്ടമിക്ക് ഒരു ചാൻസ് തരുവാണ്. അഷ്ടമിക്ക് ഇപ്പൊ ഇതിൽ വേറെ ആൾക്കാരെ പേര് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഉണ്ട്. ഇതിൽ ഒരാളെ വിളിച്ചിട്ട് അഷ്ടമി പറ, ആരാ ഒപ്റ്റിക് സെന്റർ എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ? ഒരാളുടെ നെയിം. അഷ്ടമി ഇങ്ങനെ, മിസ്സേ ഇവരെന്നെ പ്രാഗത്തില്ലേ, എന്നാലും വിളിച്ചോ. മറിയം. അതെനിക്ക് തോന്നി. മറിയം, ഒപ്റ്റിക് സെന്റർ എന്തായിരുന്നു? സെന്റർ ഓഫ് ദ ലെൻസ്. ഏത് ലെറ്റർ വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്തിരുന്നേ? P. Very good. Capital. Very good. So the terms associated with first one is the optic center. It is the center of the or midpoint of the optic. Optic center is the midpoint of the lens. It is denoted by capital P. Okay. എത്തിയോയ്? അടുത്ത ടേം ഏതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തെന്ന് ഓർക്കുന്നുണ്ടോ? Principal axis.
പ്രിൻസിപ്പൽ ആക്സിസ് അല്ലെ? എത്തിയോക്ക് അറിയാം എന്താ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എത്തിയോ എന്ന് പറഞ്ഞു തന്നെ. Imaginary line between the lens. ബിറ്റ്വീൻ ദ ലെൻസ് ആണ്, ലെൻസ് മാത്രമല്ലല്ലോ. ഇമാജിനറി ലൈൻ പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് ദ ലെൻസ് അല്ലെ? ലെൻസിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഇമാജിനറി ലൈൻ. കുറച്ചുകൂടി കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കണം കേട്ടോ. സെന്റർ ഓഫ് കർവേച്ചർ ആയിരുന്നു. ലെൻസ് ഹാസ് 2 സ്ഫിയേഴ്സ്, സ്ഫെറിക്കൽ സർഫസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഇമാജിനറി സ്ഫിയേഴ്സിന്റെ 2 സെന്റേഴ്സിനെയാണ് നമ്മള് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിച്ചത്. ക്യാപിറ്റൽ സി ആണ് ഡിനോട്ട് ചെയ്തിരുന്നത്. പിന്നെ എത്തിയോ പറഞ്ഞ പോലെ പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ടായിരുന്നു. മിഡ് പോയിന്റിലൂടെയും സെന്റർ ഓഫ് കർവേച്ചറിലൂടെയും പാസ് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ്. അഷ്ടമി എന്ന് പറഞ്ഞേ, എന്തായിരുന്നു കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ്? Ma'am, a light which is parallel to the principal axis after the refraction converges to a point on the principal axis. This point is known as the principal focus of the convex lens. ഓക്കെ, അതായത് നമ്മുടെ ലൈറ്റ് റേ എന്ത് ചെയ്യടാ, ഒരു കോൺവെക്സ് ലെൻസിന്റെ കേസിൽ നോക്കിയേ, നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്രാക്ഷനിലേക്ക് ഒരു സിംഗിൾ പോയിന്റിലേക്ക് മീറ്റ് ചെയ്യും. ആ പോയിന്റിനെയാണ് കൺവേർജ് ചെയ്യും. അതുകൊണ്ട് ആ പോയിന്റിനെയാണ് നമ്മൾ കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. സോ ശ്രീലക്ഷ്മി, അപ്പൊ കോൺവെക്സ് ലെൻസിന്റെ മറ്റൊരു നെയിം എന്താ? കൺവേർജിങ് ലെൻസ്. അതെ, അതുകൊണ്ടാണ് അതിനെ കൺവേർജിങ് ലെൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഓക്കെ. സിദ്ധാർത്ഥ, എന്തായിരുന്നു കോൺകേവ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ്? ഓർക്കാൻ പറ്റുന്നുണ്ടോ? Imaginary point on the principal axis from which the light rays incident on the light rays traveling parallel to principal axis appear to diverge. Okay, so appear to diverge from a single point അല്ലേ? അപ്പൊ നമ്മള് കോൺകേവ് ലെൻസിന്റെ കേസ് എന്തായിരുന്നുടാ? ലൈറ്റ് റേസ് ഇൻസിഡന്റ് പാരലൽ ആൻഡ് ക്ലോസ് ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഡൈവേർജ് ഫ്രം വൺ അനദർ ആഫ്റ്റർ റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ ശേഷം ഒറ്റ പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഡൈവേർജ് ചെയ്യുന്ന പോലെ, ഒരു ഒറിജിനേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് അപ്പിയർ ചെയ്യും. ആ പോയിന്റ് ആണ് കോൺകേവ് ലെൻസിനെ എന്ത് പ്രിൻസിപ്പൽ ഫോക്കസ്. ശ്രീദേവി, ഇപ്പൊ കോൺകേവ് ലെൻസിന്റെ മറ്റൊരു പേരെന്താ? Diverging lens. വെരി ഗുഡ്, ഡൈവേർജിങ് ലെൻസ്. ഓക്കെ, ഇനി White said that principal focus of a concave lens is virtual. എന്തുകൊണ്ടാ വെർച്വൽ എന്ന് പറയുന്നത്? ബിക്കോസ് അത് ഇമേജ് കൺവേർജ് ചെയ്ത് ഫോം ചെയ്യില്ല. ഇറ്റ് ഇസ് കോൺകേവ് ലെൻസ് ആണ് ട്ടോ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്രൊഡ്യൂസ് റിയൽ കൺവേർജൻസ് ഓഫ് ലൈറ്റ് യൂസിങ് എ കോൺകേവ് ലെൻസ്. നമ്മള് പിന്നെ ഡിസ്കസ് ചെയ്ത ഒരു ടേം ആയിരുന്നു ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. സ്മോൾ ലെറ്റർ എഫ് ആയിരുന്നു അല്ലെ? വാട്ട് ഈസ് ഫോക്കൽ ലെങ്ത് ശ്രീലക്ഷ്മി? ഫോക്കൽ ലെങ്ത് എന്തായിരുന്നു? എത്തിയോ ക്യാമറ ഓൺ ചെയ്തിരുന്നടാ? ശ്രീലക്ഷ്മി, ഫോക്കൽ ലെങ്ത് എന്തായിരുന്നു? ഒപ്റ്റിക്കൽ സെന്റർ. ഒപ്റ്റിക്കൽ സെന്റർ. ഒപ്റ്റിക്കൽ സെന്ററോ? വെയിറ്റ് പറയട്ടെ. ഇറ്റ്സ് ഒപ്റ്റിക്കൽ സെന്റർ ടു ദ പോയിന്റ് വേർ പാരലൽ ലൈറ്റ് റേസ് കൺവേർജ്. ഞാൻ ഫോക്കൽ ലെങ്താ ചോദിച്ചേ, പ്രിൻസിപ്പൽ ഫോക്കസ് അല്ല ചോദിച്ചത്. സോറി, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് സെന്റർ ഓഫ് കർവേച്ചർ. അത് തന്നെ. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഡിസ്റ്റൻസ് ഫ്രം ദ ഒപ്റ്റിക് സെന്റർ ടു ദ പ്രിൻസിപ്പൽ ഓഫ് ആക്സിസ് കേട്ടോ. സെന്റർ ഓഫ് കർവേച്ചർ അല്ല, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഒപ്റ്റിക് സെന്ററും ഫോക്കസും തമ്മിലുണ്ടാവുന്ന, സെന്റർ ഓഫ് കർവേച്ചർ ഫോക്കസും അല്ല, ഒപ്റ്റിക് സെന്ററും ഫോക്കസും തമ്മിലുണ്ടാവുന്ന ഡിസ്റ്റൻസ്. ഓക്കെ, ഇതാണ്. ഇനി നമ്മള് എത്ര റൂൾസ് പഠിച്ചായിരുന്നു മക്കളെ? എല്ലാവരും പറഞ്ഞേ, എത്ര റൂൾസ് പഠിച്ചായിരുന്നു റേ ഡയഗ്രം വരയ്ക്കാനുള്ള? എല്ലാവരും പറയാറുണ്ട്, ഒരാൾ മാത്രം പറയാറുണ്ട്. എല്ലാവരും പറയാം. ചാറ്റിൽ ഇട്ടാൽ മതി, മെസ്സേജ് ഇട്ടാൽ മതി. നിങ്ങൾക്ക് വായ കൊണ്ട് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ മൊഴിയാൻ ബുദ്ധിമുട്ടുള്ളവർ ചാറ്റിൽ മെസ്സേജ് ഇടും. ഓക്കെ, ഞാൻ ആ പേരങ്ങോട്ട് വിളിച്ചാലേ ഞങ്ങൾ എന്തെങ്കിലും പറയുന്നുള്ള വാശിയാണ്. 4 റൂൾസ് പഠിച്ചല്ലേ?
4 റൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ നമുക്ക് അതൊന്നും കൂടി ഒന്ന് റീക്യാപ്പ് ചെയ്യാം. So ray diagrams are used to represent the formation of images by the lenses. So points to be noted, there are 4 rules that you have to know. ഈ 4 റൂൾസ് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. മിസ് ഞങ്ങളെ പറ്റി വല്ലാണ്ട് തെറ്റിദ്ധരിക്കുന്നു എന്നൊക്കെ. ആ നോക്കട്ടെ, ഓരോരുത്തർ ഓരോന്ന് പറ. നിങ്ങൾ 1 2 3 4 5 പേരുണ്ട് കറക്റ്റായിട്ട്. Center of 5 6 curvature. പറഞ്ഞു. പറഞ്ഞോ. എത്തിയോ എന്താ പറയുന്നത്? It's the center between the two lenses. നോ സെന്റർ ഓഫ് കർവേച്ചർ അല്ല ചോദിച്ചത് ഞാനിപ്പോ. എന്റെ ക്വസ്റ്റ്യൻ, നമ്മൾ റേ ഡയഗ്രം വരയ്ക്കാൻ 4 റൂൾസ് പഠിച്ചില്ലായിരുന്നോ? അതിലെ ഓരോ റൂൾസ്. ഫസ്റ്റ് റൂൾ എന്തായിരുന്നു എന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ? 4 റൂൾസ് അല്ല, എന്താ ഓർക്കാൻ പറ്റായില്ലല്ലോ, നമ്മൾ വർക്കൗട്ട് സെഷൻ ചെയ്യാൻ പോവല്ലേ. അപ്പൊ എല്ലാരും ഓർത്തല്ലേ പറ്റൂ. മറിയൊക്കെ ഞാൻ ഈ ക്ലാസ്സിലുള്ളതല്ല. മിസ് ആരോടാണ് സംസാരിക്കുന്നത്? ഞങ്ങളോടാണ്. ഓഹോ. അഷ്ടമി, സൈൻ ലാംഗ്വേജ് ഇട്ട് കാര്യമില്ല, അൺമ്യൂട്ട് ചെയ്ത് പറ എന്തായിരുന്നു റോള്. അശ്വമി ഇങ്ങനെ വരച്ചു നോക്ക. മിസ് ഇങ്ങനെ കാണിച്ചിട്ടതല്ല. ശ്രീലക്ഷ്മി സിദ്ധാർത്ഥ്, ഞാൻ ഫസ്റ്റ് പറഞ്ഞാ മതി. എന്തെങ്കിലും ഒന്ന് പറ, കേക്കട്ടെ. നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. Okay. The line which is parallel to the principal axis, which passes through the optical center, will not deviate. ഞാൻ ചോദിക്കട്ടെ, After പ്രിൻസിപ്പൽ refraction. ആക്സിസിന് പാരലായിട്ട് വരുന്ന ലൈൻ എങ്ങനെയാ ഒപ്റ്റിക് സെന്ററിലൂടെ പോകുന്നത്? ഇന്ന് വർക്കൗട്ട് സെഷനാ. A line that is passing through the optic center never deviates. അങ്ങനെ പറ. പ്രിൻസിപ്പൽ ആക്സിന് വെറുതെ പ്രിൻസിപ്പൽ ആക്സിസിലേക്ക് അവിടെ കൊണ്ടുവന്നിടണോ? ഓക്കെ. സോ മക്കളെ നോക്കി എല്ലാരും പഠിച്ചേ. First rule, when a ray of light passes through the optic center of lens, it does not undergo deviation. Optic സെന്ററിലൂടെ മൂവ് ചെയ്യുന്ന ലൈനിന്റെ ഡീവിയേഷൻ ഉണ്ടാവില്ല. ഓക്കെ, കണ്ട. ഇനി സെക്കൻഡ് റൂളാണ്, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് പോകുന്ന ലൈന് ഫോക്കസിലൂടെയാണ് മൂവ് ചെയ്യുക. ആഫ്റ്റർ റിഫ്രാക്ഷൻ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന ലൈന് ഫോക്കസിലൂടെ മൂവ് ചെയ്യും. അത് കോൺവെക്സ് ആയാലും കോൺകേവ് ആയാലും. കണ്ട, അത് ഫോക്കസിന് ഡൈവേർജ് ചെയ്യുന്ന പോലെ ആയിരിക്കുന്നല്ലോ. ആ പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആയിട്ട് വരുന്നത് കൺവേർജ് ചെയ്യുന്നതായിരിക്കും കോൺവെക്സിൽ, കോൺകേവില് ഡൈവേർജ് ചെയ്ത് നിൽക്കും. ഇനി നമ്മളോട് ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന ലൈന് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് മൂവ് ചെയ്യും. കണ്ടോ, ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന ലൈന് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുക. ഇതാണ് 4 റൂൾസ്. സോ ഇത്രയും കാര്യങ്ങളാണ്. ഇതാണ് 4 റൂൾസ്. റീഡ് ചെയ്ത് എല്ലാവരും റീഡ് ചെയ്ത് നോക്കിയേ. When a ray of light passes through the optic center of lens, it does not undergo deviation. Ray of light falling parallel to the principal axis of a convex lens passes through the principal focus after refraction. A ray of light falling parallel to the principal axis of a concave lens appears to diverge from the focus on the same side of the lens. A ray of light passing through the principal focus of a convex lens passes parallel to the principal axis after refraction. കണ്ടോ, ഇത്രയും കാര്യം 4 ബേസിക് റൂൾസ് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി എനിക്ക് ഡേ 3 പോയിട്ട് കാര്യമുള്ളൂ. നിങ്ങൾക്ക് റേ ഡയഗ്രാംസ് വരയ്ക്കാനും അറിയത്തുള്ളൂ. ഓക്കെ. എടാ, ഇന്നലത്തെ ഡെയിലി എക്സാമിന് അഷ്ടമിക്ക് 10 out of 10 അല്ലേ കിട്ടിയത്? മറിയത്തിനും 10 out of 10 ആണ് കിട്ടിയത്? അല്ല. വേറെ ആർക്കൊക്കെ 10 കിട്ടിയായിരുന്നു? ശ്രീദേവിന് 10 കിട്ടിയോ? ഫുൾ മാർക്ക് കിട്ടിയ എത്ര പേരുണ്ടായിരുന്നു? ശ്രീലക്ഷ്മി സിദ്ധാർത്ഥ്, നിങ്ങൾ ആർക്കാണ്? 2 പേർക്കും അല്ലേ? ഓക്കെ. വെരി ഗുഡ് കേട്ടോ. ഇനി അതുപോലെ കീപ് ഗോയിങ്. ബാക്കിയുള്ളവരും കട്ടയ്ക്ക് ഇനി അടുത്ത ടെക്സ്റ്റ് നമുക്ക് മേടിക്കണം. ഓക്കെ, 10 out of 10. ഓക്കെ, ഓക്കെ ആണല്ലോ. സോ ഇത്രയാണ് നമ്മൾ റീക്യാപ്പ് ചെയ്തത് കേട്ടോ. ക്ലിയർ അല്ലേ? ഈ റൂൾസ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നോ? ഇല്ല, ഇനി ഡൗട്ട് ഞാൻ ചോദിക്കത്തില്ല. ഇന്നലെ ഡൗട്ട് ക്ലിയറൻസ് കഴിഞ്ഞതാണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് വർക്കൗട്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ബുക്കും പെന്നൊക്കെ ഇട്ടിരുന്ന എല്ലാവരും. ഞാൻ എന്തോ ചെയ്ത പോലെയാണ് എല്ലാവരുടെ ഇരുത്ത്. വർക്കൗട്ട് സെഷൻ ആണ്. പഠിച്ചിട്ട് വരണം എന്ന് എല്ലാവരുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഠിച്ചിരിക്കണം. ഓക്കെ, താങ്ക് യു. ക്ലാസ് കഴിഞ്ഞ് ഇനി പോവാന്നൊക്കെ. വർക്കൗട്ട് സെഷന്റെ ബിപിടി എടുക്കുന്നത് അതൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ.
സ്ക്രീൻ ഷെയർ ചെയ്യുന്ന കാണുന്നുണ്ടോടാ? കാണുന്നില്ല അല്ലെ? എന്താടാ സ്ക്രീൻ ഷെയർ? നിങ്ങൾക്ക് നല്ല ഭാഗ്യം, നിങ്ങൾ ആരോ നന്നായിട്ട് പ്രാഗിയിട്ടുണ്ട് സ്ക്രീൻ ഷെയർ വർക്കാവാതിരിക്കണേ അല്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. സ്ക്രീൻ ഷെയർ ചെയ്യുന്ന വിസിബിൾ ആണോ മക്കളെ? പറയടാ. മോസ്റ്റ് ഓഫ് യുവർ ക്യാമറ ഇസ് ഓഫ്. ഓൺ ചെയ്തിരുന്നേ. എത്തിയോയ്, അഷ്ടമി, ശ്രീദേവ് ഓൺ ചെയ്തിരുന്നേ. സ്ക്രീൻ ഷെയറിംഗ് വിസിബിൾ ആണെന്ന് പറയൂ. വിസിബിൾ ആണോടാ? ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. കാണിക്കാം കേട്ടോ. എനിക്ക് എൻ്റെ PPTന്റെ എന്തോ ഒരു സ്ലോ ആണ്, കാണിക്കുന്നില്ല. ഒന്ന് വെയിറ്റ് ചെയ്യടാ കേട്ടോ. സംതിങ് ഇസ് ഹാപ്പൻഡ് ആക്ച്വലി. സ്റ്റാർട്ട് ചെയ്തോ. എല്ലാവരും എഴുതാൻ തുടങ്ങിക്കോ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ്. ഓക്കെ. Draw a ray diagram representing the principal focus of a convex lens. Okay.
എത്തിയോയ്? Yes, എത്തിയോന്റെ ma'am. ക്യാപ്ഷൻ ചെയ്തേ. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ എങ്ങനെയാ ഒരു ഡിഫറൻസ് പറഞ്ഞേ, കോൺവെക്സ് ലെൻസിന്റെയും കോൺകേവിന്റെയും? Convex lens converges while concave lens diverges. ഓക്കെ, ഒരു ഡിഫറൻസ് ആയി അല്ലേ? ഓക്കെ. മറിയ, വേറൊരു ഡിഫറൻസ് പറഞ്ഞേ കോൺവെക്സിന്റെയും കോൺകേവിന്റെയും. എത്തിയോയ് പറയാത്തത്. Convex lens thicker in the middle than the edges, and concave lens thicker on the edges than the middle. ഓക്കെ, അപ്പൊ മെയിൻ പോയിന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ അതിന് അടുത്തൊരു പോയിന്റ് കൂടി നിങ്ങൾക്ക് എഴുതാല്ലേ? മിസ് പറഞ്ഞില്ലേ 2 നെയിംസ് രണ്ടിനും ഉണ്ടെന്ന്, അതുകൂടെ ആഡ് ചെയ്യാം. അഷ്ടമി, സെക്കൻഡ് ക്വസ്റ്റ്യന് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ആൻസർ പറയണ്ട, എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറ. എക്സാക്ട് ആൻസർ പറയണ്ട, എങ്ങനെ ചെയ്യാൻ പറ്റും? yes, ma'am. കോൺവെക്സ് ലെൻസ് വരയ്ക്കണം. വരയ്ക്കണം. എന്നിട്ട് പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലേ, സെന്റർ ഓഫ് കർവേച്ചർ, ഒപ്റ്റിക്കൽ സെന്റർ വരച്ചിട്ട് പിന്നെ ഒരു റേ വരയ്ക്കണം. എന്നിട്ട് ഇത് കോൺവെക്സ് എന്നിട്ട് റേ വരുന്നു, ഡൈവേജ് ആവുന്നു, എന്താ എന്റെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ അത് കൺവേർജ് ആവുന്നു. കംപ്ലീറ്റ് വരച്ചിട്ട് എനിക്ക് കാണിക്കണം കേട്ടോ, ഞാൻ ചോദിക്കാം. ശ്രീലക്ഷ്മി, തേർഡ് ക്വസ്റ്റ്യൻ റീഡ് ചെയ്തേ. തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് ഉറക്കെ റീഡ് ചെയ്തേ. Why is it said ബാക്കി എനിക്ക് കേൾക്കാമല്ലോ കേട്ടോ. ഹലോ ശ്രീലക്ഷ്മി, if you're speaking something, yeah, I can't hear you. the principal focus of an concave lens is virtual? എനിക്ക് ഒന്നുകൂടി പറയാവോടെ ആൻസർ ആദ്യം മുതൽ? The principal focus of a concave lens is virtual because the lens because light rays actually നീ ആൻസർ പറയുമ്പോഴേക്കും അതായിട്ടുണ്ടാവുമല്ലോ. ശ്രീലക്ഷ്മി, ഹലോ. മറിയം പറഞ്ഞേ, why it is said that the principal focus of a concave lens is virtual? Because light rays diverges. കംപ്ലീറ്റ് പറ, എങ്ങനെയാ? Because light rays diverges. ഡൈവേഴ്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. എത്തിയോയ് പറഞ്ഞേ, തേർഡ് വണ്ണിന്റെ ആൻസർ എന്തായിരിക്കും? വൈ സെഡ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് ലെൻസ് ഇസ് വെർച്വൽ എന്ന് പറയാനുള്ള കാരണം എന്താ? ശ്രീലക്ഷ്മി മനസ്സിലായോ കേട്ടോ? എത്തിയോയ് പറഞ്ഞേ. എന്താണ് നമ്മുടെ കോൺകേവ് ലെൻസിന്റെ ഇത് വെർച്വൽ എന്ന് പറയാനുള്ള റീസൺ എന്താണ്? പ്രിൻസിപ്പൽ ഫോക്കസ് കിട്ടുന്നില്ല. ഓക്കെ,
സോ ബേസിക്കലി എന്താന്നുള്ളത് മറിയം കംപ്ലീറ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു തന്നെ. മറിയം ആകെ ഒരു ഡൈവേർജ് എന്നേ പറഞ്ഞു. ബാക്കി ഒരു ഫിനിഷ്, ഒരു സെന്റൻസ് ആക്കി അത് ഫിനിഷ് ചെയ്ത് പറയും. അങ്ങനെ പറയാൻ എനിക്കറിയില്ല. ഹാ ഇപ്പൊ ഈ റീക്യാപ്പിൽ ഡിസ്കസ് ചെയ്തല്ലേ ഉള്ളൂ ഇത്. സിദ്ധാർത്ഥ്, am I audible? അഷ്ടമി ആൻസർ ചെയ്തോ? ഒന്ന് കാണിച്ചേ അറേ ഡയഗ്രാം. നിങ്ങളുടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യണം കേട്ടോ, ശ്രീലക്ഷ്മി സിദ്ധാർത്ഥും. അഷ്ടമി എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഓക്കെ. സോ വൈ ഇസ് ഇറ്റ് സെഡ് ടു ബി അഷ്ടമി ആൻസർ എന്ന് പറഞ്ഞെടുത്ത് ഇവർക്ക് എന്തുകൊണ്ടാണ് കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് വെർച്വൽ എന്ന് പറയാനുള്ള റീസൺ കറക്റ്റ് ആണ് കേട്ടോ. അഷ്ടമി കറക്റ്റ്. തേർഡ് വണ്ണിന്റെ ആൻസർ എന്ന് പറഞ്ഞെടുത്തേ. മാം, ആ കോൺകേവ് ലെൻസ് എന്ന് പറയുമ്പോൾ ഡൈവേർജിങ് അല്ലേ ചെയ്യുന്നത്? അല്ല, ഡൈവേർജിങ് ആണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ റിയൽ ഇമേജ് അല്ലേ ഫോം ആവും? ഡൈവേർജ് ചെയ്യുന്നോണ്ട് റിയൽ ഇമേജ് ആണ് ഫോം ചെയ്യുക? അല്ല, വെർച്വൽ ഇമേജ് അല്ലേ ഫോം ആവും? ഓക്കെ മക്കളെ, എന്താണ് അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ടെന്ന് പറയുന്നത്? ബേസിക്കലി അതിന്റെ അവിടെയുള്ള ഫോക്കസ്. ഓക്കെ, സ്ക്രീൻ ഷെയർ സ്റ്റോപ്പ് ആയോടാ? ഇല്ലല്ലോ. ഓക്കെ, സോ ബേസിക്കലി അവിടെയുള്ള ഫോക്കസ്, നമ്മുടെ പ്രിൻസിപ്പൽ ഫോക്കസ്, അതിലൊരു കോൺകേവ് ലെൻസിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? കോൺകേവ് ലെൻസിന്റെ കേസിൽ നമ്മള് കോൺകേവ് ലെൻസിന്റെ കേസിൽ അവിടെ ലൈറ്റ് റേസ് ഡൈവേർജ് ചെയ്യാണ്. അതുകൊണ്ടാണ് അത് ഇങ്ങനെയെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സെക്കൻഡ് വണ്ണിന്റെ റേ ഡയഗ്രാം വരച്ചായിരുന്നോ മറിയം? ഓ മനസ്സിലായി സിദ്ധാർത്ഥ്, ശ്രീലക്ഷ്മി. റേ ഡയഗ്രാം വരച്ചോ? സെക്കൻഡ് വണ്ണ് ഒന്ന് കാണിച്ചേ. ആ വെരി ഗുഡ് കറക്റ്റ്. എത്തിയോയി വരച്ചിട്ടുണ്ടോ റേ ഡയഗ്രാം സെക്കൻഡ് വണ്ണിന്റെ? വരച്ചിട്ടുണ്ടോ? വരച്ചിരിക്കണം. വരച്ചേ മിസ്സിനെ കാണിച്ച്. വരയ്ക്കുന്നുള്ളൂന്നാ, പെട്ടെന്ന് വരച്ചേ. ഓക്കെ, അഷ്ടമി പറഞ്ഞേടാ, നമുക്ക് എങ്ങനെയാ ഡൈവേർജിങ് ലെൻസിന്റെ ഒരു പ്രിൻസിപ്പൽ ഫോക്കസ് ഫോർത്ത് വണ്ണിന് അതൊരു ഹിന്റ് തന്നെ. എന്തിന്റെയാണ് അത് മീൻ ചെയ്യുന്നത് ആക്ച്വലി? മാം ആൻസർ പറഞ്ഞാൽ മതി. ആൻസർ അല്ല, എങ്ങനെ അതിലൊരു പറയാം? ഹിന്റ്. അതായത് ഇപ്പൊ ഡൈവേർജിങ് ലെൻസ് എന്ന് പറയാത്തവരുണ്ടാവുമല്ലോ. ഏതിന്റെയാ? ഡൈവേർജിങ് ലെൻസ് എന്ന് പറയുമ്പോൾ റേ വരും, ഹിറ്റ് ആവും, ഡൈവേർജ്ഡ് ആവും. പക്ഷെ ഈ ഡൈവേർജിങ് ലെൻസ് ഏത് ലെൻസാ? ഡൈവേർജിങ് ലെൻസ് കോൺകേവ്. അപ്പൊ ഏതിന്റെ ഫോക്കസ് അവിടെ ചോദിച്ചിരിക്കുന്നേ? അതാണ് ഒരു ഹിന്റ് ചോദിച്ചത്. അതാണോ ഹിന്റ്? ഓക്കെ. ഇനി ആൻസർ ഞാൻ പറയാൻ വിളിക്കാമല്ലോ, സമയമുണ്ടല്ലോ, ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. എഴുതിക്കോ ആൻസർ എഴുതിക്കോ. മറിയം എങ്ങനെ എന്ന് എഴുതാൻ തുടങ്ങും മിസ് വിളിക്കും. ഫോർത്ത് ക്വസ്റ്റ്യൻ കാണുന്നുണ്ടല്ലോ അല്ലേ? നമുക്ക് എങ്ങനെയാ ഒരു കോൺവെക്സ് ലെൻസിന്റെ റിഫ്രാക്റ്റിംഗ് സർഫസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? കോൺവെക്സ് ലെൻസിന്റെ റിഫ്രാക്റ്റിംഗ് സർഫസ് ഇങ്ങനെ ബൾജ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതായത് തിക്കർ ഇൻ ദ മിഡിൽ അല്ല? thinner in the edges. ആൻസർ. ഓക്കെ,
എത്തിയോ? ഫോർത്ത് വണ്ണിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. ഫോർത്ത് വൺ ക്വസ്റ്റ്യൻ റീഡ് ചെയ്തിട്ട്. ഫിഫ്ത്ത് വൺ കേട്ടോ. ഫോർത്ത് വൺ അല്ല, ഫിഫ്ത്ത് വൺ. മാം കാണാൻ പറ്റുള്ള. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നില്ലേ? ഇല്ല, എനിക്ക് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസിനെ കുറിച്ച് കാണാം. ഓക്കെ, ഞാനതാ ചോദിച്ച സ്ക്രീൻ ഷെയർ കറക്റ്റ് അല്ലേ എന്ന്. ഇപ്പോഴാണ് തെറ്റിയത്. ഇപ്പൊ കിട്ടിയോ? ഇപ്പൊ കിട്ടിയിട്ടില്ല. ഇല്ലേ, ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ എന്താന്ന് നോക്കട്ടെ. നിങ്ങൾക്ക് ആർക്കും കാണാൻ പറ്റുന്നില്ല? ഇപ്പൊ നിങ്ങൾക്ക് എന്താ ഇപ്പൊ കാണുന്നത്? ആക്ച്വലി ഞാൻ ആ സ്ലൈഡ് തന്നെയാണല്ലോ ഷെയർ ചെയ്യുന്നത്. സെക്കൻഡ് വൺ സെക്കൻഡ് വൺ ഗിവ് യൂസസ് ഓഫ് ലെൻസ്. വേറെ സ്ലൈഡാണോ കാണുന്നത്? ആ, give some uses of lens, convex lens and concave lens. അതാണ് കാണിക്കണത്. ഒരു സെക്കൻഡ്, ലെറ്റ് മീ ക്ലോസ് ഇറ്റ്. വേറെ ഏതോ സ്ലൈഡാണ്. ഇപ്പൊ ഇത്രയും സമയത്ത് എന്താ പറയായിരുന്നേ? മാം അത് ഇപ്പൊ ശരിയാണ്. ഇപ്പൊ ശരിയായോ? ആ, പറഞ്ഞു. ഫിഫ്ത്ത് വണ്ണിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. ശ്രീദേവിന് എന്ത് പറ്റിയടാ? ലീവായല്ലോ. എത്തിയോയ്? ഫിഫ്ത്ത് വണ്ണിന്റെ ആൻസർ പറയൂ കേട്ടോ. മാം ആ യെസ് ശ്രീദേവ്, എന്ത് പറ്റി? വാട്ട് ഹാപ്പൻഡ്? എത്തിയോട് ചോദിച്ച ആൻസർ പറഞ്ഞോട്ടോ. ശ്രീദേവ് ആൻസർ പറയുന്നുണ്ടോ? ഉം. എന്താ ക്വസ്റ്റ്യൻ? ഇൻ എ കോൺവെക്സ് ലെൻസ് ഹൗ വി ക്യാൻ എക്സ്പ്ലെയിൻ ദ റിഫ്രാക്ടിംഗ് സർഫേസ്. ആ ക്വസ്റ്റ്യൻ അല്ലേ കാണുന്നത് എത്തിയോയി? യെസ്. ആ, എങ്ങനെയാ നമുക്ക് റിഫ്രാക്ടിംഗ് സർഫസ് എങ്ങനെയാ? കോൺവെക്സ് ലെൻസിന്റെ റിഫ്രാക്ടിംഗ് സർഫസ് എങ്ങനെയാ? കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും വ്യത്യാസം പറഞ്ഞില്ലേ? അതിന്റെ റിഫ്രാക്ടിംഗ് സർഫസ് എങ്ങനെയാ? റിഫ്രാക്റ്റിംഗ് സർഫസ് ആ, കോൺകേവ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോൺവെക്സ് ആണ്, കോൺകേവിന്റെ അല്ല. കോൺവെക്സ് അല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? കോൺവെക്സിന്റെ പറയൂ. മിഡിൽ. ആ, അത് തന്നെ. മിഡിൽ എങ്ങനെയാ വരുന്നത്? മിഡില് ബൾജ്. ആ, മിഡിലില് ബൾജ് ആയിട്ട്, അതായത് തിക്കർ അറ്റ് ദ മിഡിൽ അല്ലേ? ഓക്കെ. എല്ലാരും ഈ 5 ക്വസ്റ്റ്യൻസ് എഴുതി കഴിഞ്ഞോ? ആ, ഇല്ല മാം അഷ്ടമി, ആ പറഞ്ഞോ. ശ്രീദേവിന് എന്ത് പറ്റി? അതാ ഞാൻ ചോദിച്ചേ. ഞാൻ കറണ്ട് ഇല്ലായിരുന്നു മാം. ഓക്കെ, ആ ഫൈൻ. സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ. മറിയം ഫിനിഷ് ആക്കി എന്ന് പറയുന്നുണ്ട്. ആ, അഷ്ടമി പറഞ്ഞ ഫോർത്ത് വണ്ണിന്റെ ആൻസർ പറഞ്ഞേ. Okay. The light ray, which is parallel to the principal axis, diverge from one another. Okay. The ray appeared to origin from the point of on the same side. This point is known as principal focus of concave lens. Okay, fine. Yeah. ശ്രീദേവേ, ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പറഞ്ഞേ. Yes ma'am. Ma'am, convex lens, it is thicker at the middle, and concave lens, it is thicker at the edges. ഓക്കെ, വേറെ ഡിഫറൻസ് ഇല്ല? വേറെ ഡിഫറൻസ് അറിയില്ലേ കോൺകേവിനും കോൺവെക്സിനും?
വേറെ ഡിഫറൻസ് എന്തായിരുന്നു? മാം ഞാൻ ഉം. വേറെ Okay, ഡിഫറൻസോ? ഇതിലെ തേർഡ് വണ്ണിന്റെ ആൻസർ എന്ന് പറഞ്ഞേ. Why is it said that the principal focus of a concave lens is virtual? Because concave lens image is formed not like after the lens. After the lens. അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ പറഞ്ഞു തന്നിട്ടുള്ളത്. പ്രിൻസിപ്പൽ ഫോക്കസ് വെർച്വൽ ആവാനുള്ള കാരണം കോൺകേവ് ലെൻസ് എന്ത് ലെൻസാ? അവിടെ എന്താ ഉണ്ടാവുന്നത്? കൺവേർജൻസ് ആണോ ഡൈവേർജൻസ് ആണോ? Concave lens ആ the diverging. അപ്പൊ അവിടെ ഡൈവേർജിങ് ആയതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൽ ഫോക്കസിൽ റിയൽ ഇമേജ് ഫോം ചെയ്യാൻ പറ്റില്ല. കാരണം കൺവേർജിങ്ങിലല്ലേ റിയൽ ഇമേജ് ഫോം ചെയ്യാൻ പറ്റൂ. ഓക്കെ. Okay. ഇനി ഫിഫ്ത്ത് വൺ. ഇനി കോൺവെക്സ് ലെൻസ്, ഹൗ വി കൻ എക്സ്പ്ലെയിൻ ദ റിഫ്രാക്റ്റിംഗ് സർഫസ്? Ma'am, convex convex റീഡ് ചെയ്തോ ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പഠിക്കാതെ ഡേറ്റിന്റെ വർക്ക്ഔട്ട് സെഷനിൽ വന്നു പോകരുത്. ഓക്കെ, നിങ്ങൾ ഇത്ര കൺഫ്യൂസ്. നമ്മൾ ഇത് ഡിസ്കസ് ചെയ്ത ഇപ്പൊ ഇന്നത്തെ റീക്യാപ്പിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണല്ലോ. റിഫ്രാക്റ്റിംഗ് സർഫസ് എന്താണ്? ഒരു കോൺവെക്സ് ലെൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഇത് കോൺവെക്സ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? അത് മിഡിൽ തിക്ക് ലെൻസ്. അത് തന്നെയല്ലേ അതിന്റെ റിഫ്രാക്റ്റിംഗ് സർഫസ്. റിഫ്രാക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സർഫസ് എങ്ങനെയാ? മിഡിൽ തിക്കർ ആയ സർഫസ്. ഓക്കെ, ക്ലിയർ ആയോ? കഴിഞ്ഞില്ലേടാ? ശ്രീലക്ഷ്മി, സിദ്ധാർത്ഥ്, നിങ്ങളുടെ നെറ്റ്വർക്ക് ഇഷ്യൂ സോർട്ട് ആയോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സ്പീക്കപ്പ് ചെയ്തേ. ഫിഫ്ത്ത് വണ്ണിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. സോറി, ഫിഫ്ത്ത് അല്ല, ഫോർത്ത് വണ്ണിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. സിദ്ധാർത്ഥോ ശ്രീലക്ഷ്മി ആരെങ്കിലും ഒരാള്. The principal focus of a diverging lens is the point from which the diverged ray എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഹലോ, yes sir. പറ, ഇനി പറ, ഇപ്പൊ കേൾക്കാം. ശ്രീലക്ഷ്മി ആൻഡ് സിദ്ധാർത്ഥ്. ഓക്കെ, യാ. സോ ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞല്ലോ. മൂവിങ് ടു ദ നെക്സ്റ്റ് സെറ്റ്. ഓക്കെ, sixth one. Which one of the following materials cannot be used to make a lens? A water, B glass, C plastic, D clay. അയ്യോ, എൻ്റെ ഡി വന്നിട്ടുണ്ടല്ലേ. ഓക്കെ, which one of the following materials cannot be used to make a lens? എഴുതിക്കോ, എല്ലാവരും സ്റ്റാർട്ട് ചെയ്തോ. ആൻസർ അവിടെ എഴുതിക്കോ കേട്ടോ. എത്തിയോ? ഈ 7th ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ?
എത്തിയോയ് അൺമ്യൂട്ട് ചെയ്തേ. 7th ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? Yes, ma'am. ഓക്കെ. 7th ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് ട്രൈ ഔട്ട് ചെയ്തേ. ഡയഗ്രാം വരച്ച് നോട്ട്ബുക്കിൽ വരച്ച് മിസ്സിന് കാണിച്ചാൽ മതി. ഒപ്റ്റിക് സെന്റർ എന്താന്നും ഫോക്കൽ ലെങ്ത് എന്താണെന്ന് പറഞ്ഞേ. Optic center is the midpoint of the lens. ഓക്കെ, It's വെരി also ഗുഡ്, denoted as capital letter P. സൂപ്പർ. The length is the distance between the principal focus and the pole. പോളല്ല, ഒപ്റ്റിക് സെന്റർ. ഓക്കെ, Uh, പോള് center. മിററിലാണ് കേട്ടോ. കഴിഞ്ഞു. അത് ഡയഗ്രാം വരച്ചൊന്ന് കാണിച്ചു തന്നെ. ഡയഗ്രാം വരച്ചിട്ട് ഒന്ന് കാണിക്കാം കേട്ടോ. ആ അഷ്ടമി 8th 1 മാം ഒരു കുഞ്ഞ ഡൗട്ട്. ചോദിച്ചോ. 7th നമ്മള് ഡയഗ്രാം വരയ്ക്കുമ്പോ ഏത് ലെൻസ് വരയ്ക്കണം? രണ്ടും വരയ്ക്കണം. ഓരോ പിക്ചർ ആയിരിക്കും. രണ്ടിലും ഫസ്റ്റ് കോൺവെക്സിന്റെ ആയാലും കോൺകേവിന്റെ ആയാലും കോൺവെക്സിലും മാർക്ക് ചെയ്യണം. ഏതെങ്കിലും ഒന്ന് വരച്ചാൽ മതി. ഓക്കെ, കോൺവെക്സ് വരച്ചോ എന്ന്. കോൺവെക്സിൽ രണ്ടും ഒരു ഇമേജിൽ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യണം. ഒപ്റ്റിക് സെന്റർ മാർക്ക് ചെയ്യണം, ഫോക്കൽ ലെങ്ത് മാർക്ക് ചെയ്യണം. ഓക്കെ. 8th 1 ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത അഷ്ടമി. 8th 1 Light is traveling from a medium A to medium B. While it enters to medium A, the ray is deviating away from the normal. Which medium is optically rare? Give reason. എന്താ ഒപ്റ്റിക്കൽ റയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഹിന്റ്. Optical rare എന്ന് പറഞ്ഞാൽ അതിന്റെ വെയിറ്റ് കുറവായി, ഡെൻസിറ്റി കുറവായിരിക്കും. ഡെൻസിറ്റി, എന്ത് ഡെൻസിറ്റി? അതാണല്ലോ എന്ത് ഡെൻസിറ്റിയാ കുറവ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവായിരിക്കും അല്ലേ? ഓക്കെ. ഇതിലിപ്പോ എന്താ ഒരു ഹിന്റ് ആയിട്ട് പറയാം? എങ്ങനെ ഒരു ക്ലൂ തന്നേ, എങ്ങനെ കണ്ടുപിടിക്കാം? റെയർ മീഡിയം നിന്നും ഡെൻസർ മീഡിയത്തിലോട്ട് പോകുമ്പോ റേ നോർമലിന്റെ എന്താ അടുത്തോട്ടായിരിക്കും വരുന്നത്. റിഫ്രാക്ഷൻ ഡിഫറെന്റ് മീഡിയംസ് വെച്ചിട്ട് കണ്ടുപിടിക്കാന്നാണോ? ഓക്കെ, എഴുതിയിട്ട് പറയാട്ടോ. ശ്രീദേവ് 7th ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. Ma'am, optic center, middle of the lens, midpoint of the lens, then focal length, it is the distance from the principal focus to the optical center. ഓക്കെ. മറിയം 6th 1 പറഞ്ഞേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് കനോട്ട് ബി യൂസ്ഡ് ടു മേക്ക് ലെൻസസ്? ഇതിൽ ഏതാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത? വാട്ടർ ആണോ? വാട്ടറിൽ റിഫ്രാക്ഷൻ നടക്കില്ല. പ്ലാസ്റ്റിക്. അപ്പൊ ഏതാ ആൻസർ? എത്തിയോ പറഞ്ഞ ഏതാ ആൻസർ? 6th 1 6th 1 എത്തിയോയി? Clay. 6th 1 പറഞ്ഞോ. Clay. ക്ലേ ആണോ? അഷ്ടമി പറഞ്ഞേ. Plastic. ആഹാ, ഇതെല്ലാത്തിനും 2-3 ആൻസേഴ്സ് ഉണ്ടല്ലോ. അഷ്ടമി ക്ലേ എന്തുകൊണ്ടാ? വാട്ട്സ് റീസൺ? മാം വാട്ടർ, ഗ്ലാസ്, പ്ലാസ്റ്റിക് ഇതിനൊക്കെ പിന്നെയും ലൈറ്റ് എന്താ റിഫ്രാക്ട് ചെയ്യാൻ പറ്റും, പക്ഷെ ക്ലേക്ക് അതൊന്നും പറ്റില്ല. പറ്റില്ല. സിദ്ധാർത്ഥ് am I audible? Yes, ma'am. കേക്കല്ലേ? ഭാഗ്യം. നോക്ക്, എന്താ പറയാ വന്നേ. 7th 1 ആൻസർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കറക്റ്റ് സമയത്ത് ഇവരെ നെറ്റ് പോകുമല്ലോ. അതെന്താന്ന് എനിക്ക് മനസ്സിലാവാത്തത്. യെസ് മാം പറയാനുണ്ടാവും. എക്സ്പ്ലെയിൻ ചെയ്യുന്ന കറക്റ്റ് ടൈം ആകുമ്പോൾ ഇവരെ നെറ്റ് പോകും. എത്ര ഡയഗ്രാം വരച്ചു കഴിഞ്ഞോ? മറിയത്തിന്റെ ശ്രീദേവിന്റെ ക്യാമറ ഓഫ് ആണല്ലോ. ക്യാമറ ഓൺ ചെയ്തിരുന്നേ ശ്രീദേവേ? മാം കറണ്ട് ഇല്ല, അതുകൊണ്ട്. അയ്യോടാ. ഓക്കെ, മനസ്സിലായി.
എത്തിയോയി ആ നീറ്റ് ഡയഗ്രം ഒന്ന് കാണിച്ചു തന്നെ. മാം ഇത് കറക്റ്റ് ആണെന്ന് അറിയത്തില്ല. അന്നേരം ഞാൻ കാണട്ടെ, കറക്റ്റ് ആണോ ചെക്ക് ചെയ്യട്ടെ. ഒപ്റ്റിക് സെന്റർ എന്താ, ലെൻസിന്റെ സെന്ററിൽ ഒരു പോയിന്റ് ഇട്ടിട്ട് അവിടെ പി എന്ന് എഴുതാനോ? പിന്നെ ഫോക്കൽ ലെങ്ത്, ഇത് രണ്ടും അല്ലേ ചെയ്യേണ്ടേ ഉള്ളൂ. ഒപ്റ്റിക് സെന്റർ മാർക്ക് ചെയ്തു. ഓക്കെ ശ്രീലക്ഷ്മി സിദ്ധാർത്ഥ്. ഫോക്കസ് മാർക്ക് ചെയ്ത് എനിക്ക് മനസ്സിലായി. ഫോക്കൽ ലെങ്ത് ഇങ്ങനെ ഇട്ട് മാർക്ക് ചെയ്യൂ. ഒപ്റ്റിക് സെന്റർ എഫും തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ എഫ് എന്ന് മാർക്ക് ചെയ്യൂ. അത് തന്നെ, അവിടെ സ്മോൾ എഫ് എന്ന് മാർക്ക് ചെയ്യൂ. അതിന്റെ സെന്ററിലെ സ്മോൾ എഫ് എന്ന് എഴുതിക്കോ എത്തിയോയി. അപ്പൊ കറക്റ്റാ. മറിയത്തിന്റെ ഡയഗ്രം കാണിച്ചേ. കോമ്പസ് വെച്ചൊക്കെ വരയ്ക്കണമെന്നുണ്ട്. അയ്യോ, നീറ്റായി റഫായിട്ട് മതി, ഒരു കുഴപ്പമില്ല, റഫായിട്ട് വരച്ച് കാണിച്ചാൽ മതി. എങ്കിൽ ഞാൻ വരച്ചിട്ട് ഇപ്പൊ കാണിക്കാം. ഓക്കെ. അഷ്ടമി, 8th വണ്ണിന്റെ ആൻസർ എന്ന് പറഞ്ഞേ. 7th one കാണിക്കണ്ട. 7th വണ്ണ് കാണിപ്പിക്കാം, ഞാൻ ചോദിക്കാം. ഇപ്പൊ 8th വണ്ണിന്റെ ആൻസർ പറ. 8th one ഒരു മിനിറ്റ്. കഴിഞ്ഞില്ലേ? ഞാൻ ഈ 7th one ചെയ്യുമായിരുന്നു, ഞാൻ 8th നോക്കിയില്ലേ. ബി ആണ് എനേക്കാളും റെയർ അല്ലേ? എന്നോടാണോ ചോദിക്കുന്നത്? എന്താ അല്ല, ക്വസ്റ്റ്യൻ? ഒരു മിനിറ്റ് ഒന്ന് ഇതില് കൺഫ്യൂഷൻ എന്താണെന്ന് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഓക്കെ. ഒരു സെക്കൻഡ്. മറിയ എന്തിനാ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്? മറിയം പറഞ്ഞോ, കാണിക്കാൻ വേണ്ടിട്ടാണോ? അയ്യോ. എന്നിട്ട് ഇത് മാർക്ക് ചെയ്യുന്ന സമയത്ത് സ്ഫിയർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒപ്റ്റിക് സെന്റർ ജസ്റ്റ് ആ ലെൻസ് മാത്രം ഇട്ട് മാർക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. അഷ്ടമി വരച്ചു കഴിഞ്ഞോ 7th വണ്ണ്? എന്നാ കാണിച്ചോ. എത്തിയോ ക്യാമറ ഓൺ ചെയ്തിരുന്നേടാ? ക്യാമറ ഓഫ് ചെയ്യണ്ട കേട്ടോ എത്തിയോയി. ഓക്കെ അഷ്ടമി. എന്നാ 8th വണ്ണിന്റെ ആൻസർ പറഞ്ഞു ഇനി. ഓക്കെ മാം, ബിയുടെ മേലോട്ട് ബിയിലേക്ക് പോകുന്നു. ബിയുടെ മേലിൽ നിന്ന് ബിയിലോട്ട് പോകുന്നു. അപ്പം ബിയുടെ മേലോട്ട് ലൈറ്റ് കയറിയ ലൈറ്റ് വന്ന സമയത്ത് അത് നോർമൽ നിന്ന് ഡീവിയേറ്റ് ആയി പോയി, എന്നാണ് എവേ ആയി. അപ്പൊ അത് എന്തായിരിക്കും? റെയറർ ആയിട്ടുള്ള മീഡിയ ആയിരിക്കും. ഏത് മീഡിയം? എ ആണോ റയറർ മീഡിയം? ശരിക്കും ആക്ച്വലി മീഡിയം എന്ന് ബിയിലോട്ട് ആദ്യം എൻ്റർ ആയി, പിന്നെ ബിന്ന് എയിലോട്ടാണ് എൻ്റർ ആവുന്നത് അല്ലെ? ബിന്ന് എയിലോട്ട്. അപ്പോ ബിന്ന് എയിലോട്ട് എൻ്റർ ആയ സമയത്ത് എന്ത് ചെയ്തു? ലൈറ്റ് റേ ഡീവിയേറ്റ് ചെയ്തു away from the normal light. ലൈറ്റ് റേ ഏതെന്ന് ഏതിലോട്ട് എന്താ റയറർ ടു ഡെൻസർ ആണോ, ഡെൻസർ ടു റയറർ ആണോ, away from the normal? ഡെൻസർ ടു റെയർ. അപ്പൊ മീഡിയം ബി ഡെൻസർ, മീഡിയം എ റയറർ അല്ലേ? കാരണം ബിന്ന് എ ടു ബി ആദ്യം ട്രാവൽ ചെയ്യുന്നു, പിന്നെ ബി ടു എയിലേക്ക് എന്തായാലും വരുമല്ലോ. അപ്പൊ ബി ടു എയിലോട്ട് ഇപ്പൊ റേ പോകുന്നത് ഏത് വഴിയാ? ബി ടു എ. നമ്മളെപ്പോഴും പറഞ്ഞിട്ടില്ല, ആദ്യം മീഡിയത്തിന് പിന്നെ ബാക്കി മീഡിയത്തിന് പുറത്ത് വരില്ലേ? ഓക്കെ. സോ ബി ടു എ മൂവ് ചെയ്യുന്ന സമയത്ത് ഡെൻസർ ടു റയറർ ആണ്. സോ ഇറ്റ് ഇസ് ഡീവിയേറ്റിംഗ്. സ്പെസിഫിക്കലി അങ്ങനെ തന്നില്ല അത്, പക്ഷെ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് എയർന്ന് ഗ്ലാസ്സിലോട്ട് പിന്നെ ഗ്ലാസ്സിന്ന് എയറിലോട്ട് മൂവ് ചെയ്യുക കണ്ടീഷൻ. ഓക്കെ. സോ എ ഇസ് ഒപ്റ്റിക്കലി റയറർ. ഒപ്റ്റിക്കലി റയറർ കറക്റ്റ് ആണ്. ഓക്കെ. എല്ലാരും എഴുതി കഴിഞ്ഞല്ലോ? ക്യാരി ഓൺ ചെയ്യാം. എല്ലാരും എഴുതി കഴിഞ്ഞൂടാ? 8th ക്വസ്റ്റ്യൻ എഴുതണം കേട്ടോ.
കഴിഞ്ഞില്ലേ മക്കളെ? ഇഫ് യു ഫിനിഷ് പ്ലീസ് ലെറ്റ് മീ നോ. കഴിഞ്ഞോ? നിങ്ങൾ എന്താ റെസ്പോണ്ട് ചെയ്യാത്തടാ? എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞ തംസപ്പ് തന്നെ. ഓക്കെ. Let me show the next thing. ഏതാ? മറിയം, 9th വണ്ണിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. Principal acts എന്ന് പറഞ്ഞാൽ it is the imaginary line which is passing through the optic center, joining the two centers of curvature. പിന്നെ center of curvature എന്ന് വെച്ച് കഴിഞ്ഞാൽ it is the center of the imaginary sphere which the lens is a part of. ഓക്കെ. ശ്രീദേവ്, 9th വണ്ണിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. 9th ഉണ്ടോ മാം? Ma'am, principal axis is the imaginary line which passes through the optical center. Okay. Next up. Then center of curvature, it is the point of it is the center of imaginary sphere where the lens is part Okay. part of that. മനസ്സിലായി. അഷ്ടമി, അടുത്ത ക്വസ്റ്റനിൽ ഹിന്റ് പറഞ്ഞ ഇവർക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്തേ? എങ്ങനെ കണ്ടുപിടിക്കാം? Okay. Ma'am, first question second question find out the angle of incident ആണോ? ഇതിന്റെ മൊത്തമായിട്ട് ഈ ക്വസ്റ്റൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതിന്റെ ഒരു ഐഡിയ, ഒരു ക്ലൂ. ആദ്യത്തത് എന്താ ഈ ആ ഒരു പോർഷൻ 90 ഡിഗ്രി വരും ടോട്ടൽ. മറ്റേത് എന്ന് പറയുമ്പം അത് എങ്ങനെ നോർമലും ബാക്കി ആ സർഫസ് 90 ഡിഗ്രി വരും. രണ്ടാമത്തത് ഒരു റെയറിൽ നിന്നും ഒരു ഡെൻസറിലോട്ട് ഒബ്ജക്റ്റിൽ ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് നോർമലിന്റെ അടുത്തോട്ട് വരും. ഓക്കെ. റിഫ്രാക്ഷൻ ടു ഡിഫറെന്റ് മീഡിയസ് തന്നെ അവിടെ ആ കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. എഴുതി കഴിയണം കേട്ടോ.
എത്തിയോ എന്താ സെന്റർ ഓഫ് കർവേച്ചർ? 9th വൺ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. Center of curvature is the midpoint between two lenses. മിഡ് പോയിന്റ് ബിറ്റ്വീൻ ടു ലെൻസസോ? മിഡ് പോയിന്റ് ബിറ്റ്വീൻ ടു ലെൻസസ് വരുന്നത്? എത്തിയോ? പഠിച്ചിട്ട് വരണം എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? Yes, ma'am. ആ, എന്തു പറ്റി? പറഞ്ഞേ, എന്താ സെന്റർ ഓഫ് കർവേച്ചർ? Center of curvature is center of the principal axis. പ്രിൻസിപ്പൽ ആക്സിസിന്റെ സെന്റർ ഒക്കെ വരുമോ? എന്തൊക്കെയാ പറയുന്നത്? പ്രിൻസിപ്പൽ ആക്സിസ് എന്തായിരുന്നു? Imaginary line. ആ, ഇമാജിനറി ലൈൻ പാസിംഗ് ത്രൂ. വെറുതെ ഇമാജിനറി ലൈൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ കേട്ടോ. കേൾക്കുന്നുണ്ടോ? Imaginary line passing through the lens. ഇമാജിനറി ലൈൻ പാസിംഗ് ത്രൂ ദ ലെൻസ് അല്ലല്ലോ. ലെൻസിലൂടെ എത്ര ലൈന് പാസ് ചെയ്യാം ലെൻസിലൂടെ? ഇമാജിനറി ലൈൻ ദാറ്റ് പാസിംഗ് ത്രൂ ദ സെന്റർ, ഒപ്റ്റിക് സെന്റർ ഓഫ് ദ ലെൻസ്, അതല്ലേ? ആ, അപ്പോ എന്താണ് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ? ലെൻസ് ഇസ് എ പാർട്ട് ഓഫ് ടു സ്ഫിയേഴ്സ് അല്ലേ? രണ്ട് സ്ഫിയറിന്റെ പാർട്ടാണ്. അപ്പൊ അതിന്റെ സെന്റർ ആണ് സെന്റർ ഓഫ് കർവേച്ചർ എന്നിട്ട് പഠിച്ചതാണല്ലോ. നിങ്ങൾ ഈ കഴിഞ്ഞ വർക്കൗട്ട് സെഷനും എനിക്ക് നിങ്ങൾ പഠിക്കാതെയാണ്, ശരിക്കും പഠിക്കാതെ വന്നിരിക്കുന്നത്. ഓക്കെ, ഈ വർക്കൗട്ട് സെഷനും ഇതേ പരിപാടിയാണെങ്കിൽ നടക്കില്ല കേട്ടോ. എഴുതി കഴിഞ്ഞില്ലേടാ ഈ ക്വസ്റ്റ്യൻസ്? അഷ്ടമി ആൻസർ പറഞ്ഞേ. എ റേ ഓഫ് ലൈറ്റ് ഫാളിംഗ് ഒബ്ലിക്ലി ഫ്രം എയർ ടു ഗ്ലാസ് സ്ലാബ് ഇസ് ഷോൺ ഇൻ ദ ഫിഗർ. ഫൈൻഡ് ഔട്ട് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് വൈ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇൻ ദ കേസ്. ആൻസർ പറഞ്ഞേ. Angle of incidence 60 degree. അതായത് മക്കളെ എല്ലാവരും ശ്രദ്ധിച്ച്, ഇവിടെ കംപ്ലീറ്റ് 90 ഡിഗ്രി ആണ് അല്ലേ? 90 ഡിഗ്രി ആയപ്പോ എന്ത് ചെയ്തു നമ്മള്? ഇത് 30 ആണ്, സോ 90 - 30 60 ഡിഗ്രി ചെയ്തു. ഇനി പിന്നെ എന്തുകൊണ്ട് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടുതലായി? As the light is traveling from a rarer medium to denser medium, the ray will deviate towards the normal. ഓക്കെ, As a result, നോർമൽ the ഡീവിയേറ്റ് angle of ചെയ്തുകൊണ്ട് അങ്ങനെ വന്നു. ഓക്കെ, as a result, the angle of reflection is lesser than the angle of incident. കറക്റ്റാ. എടാ നോക്കേ, ഇത് മൊത്തം 90 ഡിഗ്രി, സോ 90 - 30 ഇവിടെ 60 വരും. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ലൈറ്റ് റേ നോർമലിന് അടുത്തോട്ടാണ് വന്നത് എന്നുണ്ടെങ്കിൽ, ഇവിടെ നോർമലിന് അടുത്തോട്ടാണ് വരുന്നത്, കണ്ടോ? ബെൻഡിങ് ടുവേർഡ്സ് ദ നോർമലാ. സോ റയറർ ടു ഡെൻസറിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ബെൻഡിങ് ടുവേർഡ്സ് ദ നോർമൽ ആണ്. ഓക്കെ, എല്ലാവരും എഴുതി കഴിഞ്ഞല്ലേ? ഫിനിഷ്? Okay. Draw a ray diagram of two light rays. One is passing through the optic center and one is parallel to the principal axis in a convex lens. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഒറ്റ ലെൻസ് വെച്ചിട്ട് ആ ലെൻസിൽ തന്നെ ഒന്ന് ഒപ്റ്റിക് സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ലൈനും വേറൊരു ലൈന് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പാസ് ചെയ്യുന്ന പോലെയും നിങ്ങൾ വരയ്ക്കണം. ഓക്കെ, അപ്പൊ അതിന്റെ ആഫ്റ്റർ റിഫ്രാക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത്. 12th one, what happens to the ray that passes through the focus? ശ്രീദേവ് പറഞ്ഞേ. 12th one, ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന ലൈനിന് എന്ത് സംഭവിക്കും? ഏത് ലെൻസ് ആയാലും, കോൺവെക്സ് ആയാലും കോൺകേവ് ആയാലും എന്താ സംഭവിക്കുക? അതെങ്ങനെയാ ആഫ്റ്റർ റിഫ്രാക്ഷൻ മൂവ് ചെയ്യുക? ശ്രീദേവ് പറഞ്ഞേ.
Ma'am, Yeah, 12th one. what goes to the ray that passes through the focus? Ma'am, it begins and it, അയ്യോ, I can't hear you. നല്ല നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട്. ma'am, നെറ്റ്വർക്ക് ഇഷ്യൂ. the line is parallel to the principal. ഓക്കെ ഫൈൻ. മറിയം, നമ്മൾ രണ്ട് ലൈറ്റ് റേസ് ഒന്ന് പാസ് ചെയ്യുന്നത് ഒപ്റ്റിക് സെന്ററിലൂടെ ആയിരിക്കും. അപ്പൊ ആ ലൈൻ എങ്ങനെ വരുന്നുണ്ടാവുക? ക്വസ്റ്റ്യൻ 11 കണ്ടോ, നമ്മള് ഡ്രോ ദ രണ്ട് ലൈറ്റ് റേസ് വരയ്ക്കണം അല്ലേ? അതിലൊന്ന് ഒപ്റ്റിക് സെന്ററിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ ഒപ്റ്റിക് സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക ആഫ്റ്റർ റിഫ്രാക്ഷൻ? ഫോക്കസിലൂടെ പാസ് ചെയ്യും. ഒപ്റ്റിക് സെന്ററിലൂടെ പോകുന്നതോ? The ray that is passing through the optic center. Optic center പാസ് ചെയ്യുന്ന റേ എങ്ങനെയായിരിക്കും? നാല് റൂൾസ് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എത്തിയോയി പറഞ്ഞേ, ഒപ്റ്റിക് സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ലൈനിന് എന്ത് ഡീവിയേഷൻ ഉണ്ടാവുന്ന? ഡീവിയേഷൻ ഉണ്ടാവോ ഇല്ലയോ പറഞ്ഞേ? ഡീവിയേഷൻ ഉണ്ടാവും. ഉണ്ടാവോ? എങ്ങനെയാ ഡീവിയേഷൻ ഉണ്ടാവുക? റൂൾസ് പഠിച്ചിട്ടുണ്ടോ? റൂൾസ് പഠിക്കണം കേട്ടോ. ഇന്നല്ല, അത് ഡേ 2 വർക്കൗട്ട് സെഷനായി. ആ മറിയം പറഞ്ഞു. അണ്ടർഗോ ചെയ്യുന്നില്ല. അണ്ടർഗോ ചെയ്യുന്നില്ല. ഡീവിയേഷൻ അണ്ടർഗോ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ലൈന് വരയ്ക്കണം, ജസ്റ്റ് ഒപ്റ്റിക് സെന്ററിലൂടെ പാസ് ചെയ്യുന്നു അല്ലേ? ഓക്കെ. പിന്നെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വന്നാലോ, അപ്പൊ അത് ഏതിലൂടെ പാസ് ചെയ്യാ? അത് ഫോക്കസിലൂടെ. ഫോക്കസിലൂടെ. ആ ഫസ്റ്റ് റേ ഡയഗ്രാം വരച്ച എല്ലാവരും ഒന്ന് കാണിച്ചേ, പെട്ടെന്ന് കാണിച്ചേ, വരച്ചു കഴിഞ്ഞിട്ട് കാണിച്ചേ. ഓക്കെ സ്റ്റമി, ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ കേട്ടോ. എത്തിയോയി വരച്ചു കഴിഞ്ഞാൽ കാണിക്കട്ടോ. എത്തിയുടെ ക്യാമറ ഓഫ് ആണല്ലോ. ശ്രീദേവ്, why convex lens is said to be converging lens? Ma'am, 13th ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? yes, ma'am. Because the light and the incident because of that principle, the light incident ray refracts to the principal focus. ഹലോ ശ്രീദേവ്, ഒന്നുകൂടി പറയാമോ? എനിക്ക് കംപ്ലീറ്റ് ആയി കേട്ടില്ല കേട്ടോ. ഐ കാണ്ട് ഹിയർ യു കംപ്ലീറ്റ്ലി. Ma'am, that incident ray refracts to the that principal focus.
ഇതൊക്കെയായി പറയുന്നത്. കറക്റ്റ് ആയിട്ട് പറഞ്ഞേ, എന്തുകൊണ്ടാണ് കൺവേർജിങ് ലെൻസ് എന്ന് വിളിക്കുന്നത്? Because when the incident ray is parallel to the principal axis and it refracts to the focus, then it converges. That's why it is called converging lens. എത്തിയോ പറഞ്ഞേ, എന്തുകൊണ്ടാ കോൺവെക്സ് ലെൻസിനെ കൺവേർജിങ് ലെൻസ് എന്ന് പറയുന്നേ? 13th ക്വസ്റ്റ്യൻ. Because Hmm. because they have bulge there in the middle. അതതിന്റെ സ്ട്രക്ചർ അല്ലേ, അതുകൊണ്ട് കൺവേർജിങ് ലെൻസ് എന്ന് വിളിക്കില്ലല്ലോ. എന്തുകൊണ്ടാണ് കൺവേർജിങ് ലെൻസ് എന്ന് വിളിക്കുന്നത്? Because it's realigned water. അതൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലല്ലോ. റിയലും ഇൻവേർട്ടഡ് ആണെന്നൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. മറിയ ഒന്ന് പറഞ്ഞു കൊടുത്തേ, വൈ കോൺവെക്സ്. എത്തിയോയ് പഠിച്ചിട്ട് വരണം കേട്ടോ. ഓക്കെ, ഇങ്ങനെ കാണിച്ചാൽ പോരാ, നന്നായി പഠിക്കണം. പഠിക്കാതെ നമുക്ക് വർക്കൗട്ട് സെഷനിൽ ഇരിക്കാൻ പറ്റില്ല. ഓക്കെ, മറിയം പറഞ്ഞേ, എന്തുകൊണ്ടാണ് ഇതിനെ കൺവേർജിങ് ലെൻസ് എന്ന് വിളിക്കുന്നത്? Because when a light ray passes through the convex lens, the light ray after refraction converges to a single point. നമ്മൾ ഒരു കോൺവെക്സ് ലെൻസ് എടുത്ത് അതിൽ വരുന്ന പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസ് റിഫ്രാക്ഷൻ കഴിഞ്ഞതിന് ശേഷം എല്ലാ ലൈറ്റ് റേസും കൂടി ഒരു സിംഗിൾ പോയിന്റിലോട്ട് കൺവേർജ് ചെയ്യും. അതുകൊണ്ടാണ് അതിനെ കൺവേർജിങ് ലെൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, മറിയം റേ ഡയഗ്രാം വരച്ച് കാണിച്ചു തന്നെ. എത്തിയോന്റെ റേ ഡയഗ്രാം കാണിക്കുക കേട്ടോ. ഓക്കെ മറിയം, കറക്റ്റാ. ശ്രീലക്ഷ്മി ആൻഡ് സിദ്ധാർത്ഥ്, നിങ്ങളുടെ നെറ്റ്വർക്ക് ഇഷ്യൂ സോർട്ട് ആയോ ഇപ്പോ? അഷ്ടമി, വാട്ട്സ് ദ ആൻസർ ഫോർ ദ 12th one? Ma'am, when the ray passes to the focus after the refraction, it will passes parallel to the principal axis. അതിന്റെ റേ ഡയഗ്രാം ഒന്ന് വരച്ച് കാണിച്ചേ. എത്തിയോയ്, എത്തിയോടെ റേ ഡയഗ്രാം ഫസ്റ്റ് 11th ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചേ. മറിയം, 12th ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞേ. Ma'am, ഒരു മിനിറ്റ് അഷ്ടമി. 12th ക്വസ്റ്റ്യന്റെ ഡയഗ്രാം അല്ലേ? ഡയഗ്രാം അഷ്ടമി. മറിയം ഒന്ന് പറഞ്ഞേ 12th ക്വസ്റ്റ്യൻ ആൻസർ. ഫോക്കസ് അത് ഏത് ലെൻസിലൂടെയാ? ഏതായാലും രണ്ടാലും ഒരേ അവസ്ഥ തന്നെയാ. ശ്രീദേവിന്റെ കറണ്ട് വന്നെങ്കിൽ ക്യാമറ ഇഷ്യൂസ് ഓട്ടായെങ്കിൽ ഒന്ന് എനിക്ക് ആ റേ ഡയഗ്രാംസ് കാണിച്ചേ. comes back in the same line. പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ മൂവ് ചെയ്യുന്ന, പ്രിൻസിപ്പൽ ആക്സിസിൽ മൂവ് ചെയ്യുന്ന ലൈൻ എങ്ങോട്ടാ പോകുന്നത്? 11th വണ്ണിൽ പറഞ്ഞല്ലോ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന ലൈൻ എങ്ങോട്ടാ പോകുന്നത്? പ്രിൻസിപ്പൽ ആക്സിസിന് അത് ഫോക്കസിലേക്ക്. അപ്പൊ ഫോക്കസിലൂടെ വരുന്ന ലൈൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട്. അതങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അതിന്റെ ഡയഗ്രാം ഒന്ന് വരച്ച് കാണിച്ചേ. എനിക്കൊരു ഡൗട്ടും കൂടെ. ചോദിച്ചോ. അത് ഡൗട്ട്സ് സെഷൻ അല്ല, ഡൗട്ട് കഴിഞ്ഞ്. കോൺവെക്സ് വരച്ചാ മതി. അല്ല അതല്ല,
ഫോക്കസ് ലെഫ്റ്റ് വരയ്ക്കണോ റൈറ്റ് വരയ്ക്കണോ? ഏതെടുത്താലും കുഴപ്പമില്ല. ചിലപ്പോൾ ലൈറ്റർ അവിടെ നിന്ന് വരാം, ഇവിടെ നിന്ന് വരാം. നോർമലി നമ്മൾ ഇവിടുന്ന് വരുന്നതന്നെ എടുക്കുന്നത്. ഓക്കെ, എത്തിയോന്റെ റേ ഡയഗ്രാം കാണട്ടെ. ഫസ്റ്റ് വണ്ണിന്റെ ചെയ്തോണ്ടിരിക്കണ കഴിഞ്ഞില്ല ഇതുവരെ. ശ്രീദേവിന്റെ ഇഷ്യൂ സോർട്ട് ആയോടാ? മറിയും ഇഷ്ടമയും ആ റേ ഡയഗ്രാം വരച്ചു കഴിഞ്ഞ് എനിക്ക് കാണിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇത്രയും സെഷൻസ്, ഡേ 1ന്റെ തിയറി, ഡേ 1ന്റെ വർക്കൗട്ട്, ഡേ 2ന്റെ തിയറി, ഡേ 2ന്റെ വർക്കൗട്ട് സെഷൻ, ഇതെല്ലാം എടുക്കുന്ന എന്തിനാ? നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഓക്കെ ഇനിയൊരു സമയം എടുത്ത് ചാപ്റ്റർ പഠിക്കണം അങ്ങനെയല്ല. ഓക്കെ, വെരി ഗുഡ് എത്തിയോ, വെരി ഗുഡ് കേട്ടോ, നന്നായിട്ടുണ്ട്. 12th ക്വസ്റ്റിന്റെ ആൻസർ ഒന്ന് എത്തിയോ പറഞ്ഞേ. 12th വണ്ണിന്റെ ആൻസർ ക്വസ്റ്റ്യൻ റീഡ് നോക്കിയേ. ഇറ്റ് ഈസ് പാരലൽ ടു ദ ഫോക്കസ്. ഫോക്കസ് അല്ല, പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ ഓക്കെ. മറിയം 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 വരച്ചിരിക്കുന്ന എന്താ? പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് ഫോക്കസിലോട്ട് പോകുന്ന അതേ കാര്യമല്ലേ? ലൈറ്റ് ഫോക്കസിലൂടെ വന്നിട്ട് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരയ്ക്കും. അങ്ങനെ വരയ്ക്കണ്ട കേട്ടോ, കറക്റ്റ് അല്ല. അഷ്ടമിയുടെ കറക്റ്റ് ആരോ മാത്രം ചേഞ്ച് ചെയ്താൽ പോരെ. അങ്ങനെ ചേഞ്ച് ചെയ്താൽ മതിയോ? നോക്കട്ടെ, ഒന്നുകൂടി കാണിച്ചേ. അപ്പൊ ആ ലൈറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിസിന്ന് ഇങ്ങോട്ട് പൊങ്ങി വരുവാണോ? അല്ലല്ലോ, ആക്സിസിലോട്ടല്ലേ വരണ്ടേ, പ്രിൻസിപ്പൽ ഫോക്കസിലോട്ടല്ലേ വരണ്ടേ. വരച്ചിരിക്കുന്നത് എങ്ങനെയാ? പ്രിൻസിപ്പൽ ഫോക്കസിന്ന് അങ്ങോട്ട് പൊങ്ങി പോകുന്ന അല്ലേ? അങ്ങനെ ഒരിക്കലും ലൈറ്റ് റേ ഉണ്ടാവില്ലല്ലോ. ഫോക്കസ് തട്ടിയിട്ടല്ലേ ഇങ്ങനെ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ. അഷ്ടമി കറക്റ്റാ, ഞാൻ പറഞ്ഞില്ലേ, കേട്ടില്ലേ? ഓക്കെ ഇല്ല മാം. ഓക്കെ, ഫൈൻ ഫൈൻ. So, Mariam, Ashtami, you both guys can leave. Okay, one more before leaving, I just want to ask something to you. So, what do you feel about the workout session? Day 1, നമ്മളിങ്ങനെ വർക്കൗട്ട് സെഷൻ ചെയ്യുന്നതിനെ പറ്റിയിട്ട് എന്താ അഷ്ടമിയുടെ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞേ കേൾക്കട്ടെ. അഷ്ടമി എനിക്ക് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അല്ലല്ലോ, നിങ്ങൾക്ക് ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് നമുക്ക് ചേഞ്ചസ് വരുത്തണമെന്ന് അറിയണമല്ലോ. നല്ലതാണ്. കൊള്ളാം, നല്ലതാണോ? വേറെ ക്ലാസ്സിലെ ടീച്ചർമാർ ഒപ്പീനിയൻ ചോദിക്കുമ്പോൾ പിള്ളേർ പറയുന്നതാണ് ഇത് ഒക്കെ ഒക്കെ സിംഗിൾ ആൻസേഴ്സാ. കൊള്ളാം, നല്ലതാണ്, നല്ല അഭിപ്രായം. എങ്ങനെ കറക്റ്റ് ആയിട്ട് പറ. വാട്ട് യു ഫീൽ അബൌട്ട് ദിസ്? ഇത് ഇതിനെ പറ്റി എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഇങ്ങനെ വർക്കൗട്ട് സെഷൻ നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് വല്ല പേഴ്സണൽ ഇംപ്രൂവ്മെന്റ്സ് ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഉണ്ട്. പഠിക്കുന്നുണ്ട്. പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്ഡേറ്റ് ആയി പുതിയ പഠിക്കും. പുതിയ ക്വസ്റ്റ്യൻ ഈ സ്ഥലത്തുനിന്ന് വരുമെന്നില്ല. നമ്മളൊട്ടും പ്രതീക്ഷിക്കില്ലല്ലോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസ്. ഒന്ന് കുറച്ച് എന്താ ഫെമിലിയർ. ഓക്കെ ഫൈൻ. മറിയത്തിന് എന്താ ഫീൽ ചെയ്യുന്നത്? മറിയ ഇനിയിപ്പോ നല്ല അഭിപ്രായം വേറെ എന്തെങ്കിലുമൊക്കെ ഒപ്പീനിയൻ കിട്ടുമോ നോക്കട്ടെ. പറഞ്ഞോളൂ. കുഴപ്പമില്ല. കുഴപ്പമില്ല, അയ്യോ ഭാഗ്യം. വേറെ ഒന്നും പറയാനില്ല. വാട്ട് യു ഫീൽ അബൌട്ട്? നിനക്ക് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ? നിനക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ? എന്താ ചോദിച്ചത്? പറ്റുന്നുണ്ട്. പണ്ടത്തേക്കാൾ നല്ലപോലെ പഠിക്കുന്നുണ്ട്. ഓക്കെ, പഠിച്ചാൽ മതി. പഠിക്കണം, പഠിച്ചിട്ട് വരാവൂ. ഓക്കെ. താങ്ക് യു. സോ എത്തിയോ? ഒരു മിനിറ്റ് കേട്ടോ. സോ മറിയം ആൻഡ് അഷ്ടമി ലീവ് ചെയ്തോളൂ. ശ്രീലക്ഷ്മി ആൻഡ് കെ സിദ്ധാർത്ഥ്, യു ക്യാൻ ഓൾസോ ലീവ്. ഓക്കെ, എത്തിയെന്ന് വെയിറ്റ് ചെയ്യണേ. ഞാൻ എത്തിയേക്ക് ഒരു ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നില്ല, അതിന്റെ റേ ഡയഗ്രാം വരച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ? ഓക്കെ. മമ്മി പാരന്റ്സിനെ ആരെങ്കിലും ഒന്ന് വിളിക്കാവോ? ഇന്ന് ഞാൻ എത്തിയോടെ ശ്രീദേവ് ലീവ് ചെയ്യാട്ടോ. ലീവ് ചെയ്യാം. പിന്നെ ആരാ ഉള്ളത് വീട്ടില്? ശ്രീദേവ്, യു ക്യാൻ ലീവ്. സെഷൻ ഇസ് ഓവർ. ഓക്കെ, നെറ്റ്വർക്ക് ഇഷ്യൂ സോർട്ട് ചെയ്ത് വരണം കേട്ടോ. ഓക്കെ മാം, അതിന് കറണ്ട് പോയതാണ്ടാ. ഓക്കെ, സോർട്ട് ചെയ്ത് വരണം കേട്ടോ. സോറി. ബൈ, താങ്ക് യു. എത്തിയോ പറഞ്ഞോ? ഞാൻ കേട്ടില്ല കേട്ടോ.
പാരന്റ്സ് ആരും ഇല്ല എന്നാണോ പറഞ്ഞത്? അല്ല, പാരന്റ്സ് താഴ്ത്താ. ഒന്ന് വിളിക്കാവോ? മമ്മിയെ വിളിക്കാവോ? മമ്മിയാണോ? ആ ഐ വിൽ വെയിറ്റ്. ഹലോ, കേൾക്കാൻ ഹലോ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ആ ഓക്കെ. ഞാൻ എത്തിയതിന്റെ ഒരു ലേണിംഗ് അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടേ അതിനു വേണ്ടി ആ വിളിച്ചതായിരുന്നു. ഓക്കെ. അവന് ശരിക്കും കഴിഞ്ഞ വർക്കൗട്ട് സെഷനേക്കാൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വർക്കൗട്ട് സെഷനിൽ കുറച്ചും കൂടി ആൻസേഴ്സ് ക്ലിയർ ആയിട്ട്, കഴിഞ്ഞ വർക്കൗട്ട് സെഷനിൽ കുറച്ചൊന്ന് ബാക്കൗട്ട് ആണ്, അത്ര ക്ലിയർ ആയിട്ട് ആൻസേഴ്സ് വന്നിരുന്നില്ല. ഇപ്രാവശ്യം അവന് പഠിച്ചത് അവന് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്നുണ്ട്. പക്ഷെ ചിലത് ഇങ്ങനെ ഒരു മൈൻഡിലുള്ള കുറച്ച് ബിറ്റ് പേസ്റ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് അവൻ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവന് നല്ല ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം അവന് ശ്രമിക്കുന്നുണ്ട്. അവന് പറ്റുന്ന പോലെ പഠിച്ച ആൻസേഴ്സ് ഡെലിവർ ചെയ്യാൻ വേണ്ടി അവൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഡേ 1 വർക്കൗട്ട് സെഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് ഡേ 2 വർക്കൗട്ട് സെഷൻ അവന് കുറച്ചും കൂടി ശ്രമിച്ച് പെർഫോം ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ കംപ്ലീറ്റ്ലി അങ്ങോട്ട് നന്നായിട്ട് പെർഫോം ചെയ്തെന്നല്ല പറയുന്നത്. പക്ഷേ നമുക്ക് ഇമ്പ്രൂവ്മെന്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവന് മാക്സിമം അവനോട് ഈ ടൈം എടുത്ത് നന്നായിട്ട് വർക്കൗട്ട് സെഷൻസ് CTs പ്രൊവൈഡ് ചെയ്യുന്നത് ചെയ്യാൻ പറയാം. എല്ലാം ചെയ്ത് അവർക്ക് ഓഡിയോസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ സെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ മതി. അപ്പോൾ അവന് ആ ഒരു ട്രാക്കിൽ തന്നെ പോയി കഴിഞ്ഞാൽ എക്സാക്ട്ലി അവന് നമുക്കൊന്ന് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ അപ്പൊ അതൊന്ന് ഓക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ. ഓക്കെ ഓക്കെ. എത്തിയോ? സോ യു ക്യാൻ ലീവ്. നമുക്ക് അടുത്ത സെഷൻ വരുമ്പോൾ നന്നായി പഠിച്ചിട്ട് വരണം കേട്ടോ. ഓക്കെ. ഓക്കെ. ബൈ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.